ഹായ് ഹലോ. ഇന്ന് നമ്മളെ അത്താഴത്തിന് പുട്ടുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്നത് എന്താ അത്ര വിശേഷം എന്ന് ചോദിച്ചാൽ വലിയ വിശേഷമൊന്നുമില്ല. ഇതൊരു പ്രത്യേക രീതിയിൽ ആക്കിയെടുക്കുന്ന പുട്ടാണേ. ഇവിടെ എന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ട് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, പിള്ളേർ കഴിക്കത്തുമില്ല. അങ്ങനെയുള്ളപ്പം നമ്മൾക്ക് നിവൃത്തിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു പുട്ടാണേ ഇതാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള മാവ് എടുത്ത് മിക്സിയിൽ ജാറിലിട്ടു, ഉപ്പിട്ടു, പിന്നെ അതിലേക്ക് കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ 2-3 കിറുക്കിറാക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് ഇനി വരുവേ. ഇത് നമുക്കിന്ന് അത്താഴത്തിന് ചോറില്ലായിരുന്നേ. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ഉരുട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നേരം ആവില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് പുട്ടങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആണെങ്കിൽ പുട്ട് കഴിക്കാൻ ബാലയ്ക്ക് ഇച്ചിരി മടിയും കൂടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ സോഫ്റ്റ് ആക്കി എടുത്തത്. ഇതാകുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന, നല്ല വായിട്ട് അലിഞ്ഞങ്ങ് പോകുന്ന പുട്ടാണേ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട, ചോറ് മാത്രം ഇട്ട് അതിനകത്തിട്ട് അടിച്ചൊന്ന് എടുത്താൽ മതി കേട്ടോ. റൈസ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ അടിക്കരുത്. എന്ന് വെച്ചാൽ ഇത് ഇത്ര നമ്മൾ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് മാത്രം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് പറ്റുന്ന സാധനമല്ല. ഇത് കുഞ്ഞുമക്കൾക്കൊക്കെ പെട്ടെന്ന് സോഫ്റ്റാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അതിനകത്ത് ഞാൻ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ആവശ്യത്തിന് ഇട്ടു, അതിലേക്ക് മാവ് വാരി ഇട്ടിട്ടുണ്ട്. ഇത് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടിരിക്കും. പിന്നെ അതിനകത്ത് തേങ്ങയൊക്കെ ആവശ്യത്തിന് വാരി വെച്ചിട്ട് ഞാനങ്ങ് കുക്കറിലാണ് പുട്ട വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിലേക്ക് ആ പുട്ടുകുറ്റി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് അത്താഴത്തിനൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഒന്നും ചോറ് കാണത്തില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ചോറ് തീരുന്ന ദിവസമോ അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസമൊക്കെ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുട്ടാണിത് കേട്ടോ. അപ്പം വല്ലപ്പോഴും കൂടി കഴിക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നും. പിന്നെ ഞാനൊരു കട്ടൻ ചായയും കൂടി ഇടാനായിട്ട് അങ്ങ് വെള്ളം അങ്ങ് അടുപ്പത്ത് വെക്കുവാണ്. അപ്പോൾ അമ്മയ്ക്കും കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ തൊണ്ട വയ്യ 2 ദിവസം കേട്ടോ. പിന്നെ എന്തായാലും രാത്രി ഒരു കട്ടൻ ചായയും കൂടി കുടിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടൻ ചായയ്ക്ക് വെള്ളമൊക്കെ അടുപ്പ് വെച്ചപ്പോഴത്തേക്കും പുട്ടിന് ആവി ഒന്നും ഇട്ടു. നല്ല മണമായിരുന്നു അവിടെയൊക്കെ. എനിക്കാണെങ്കിൽ ചൂട് പുട്ടും പഴവും പഞ്ചസാരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചസാര ഇല്ലെങ്കിലും പഴവും ചൂട് പുട്ടും ഒക്കെ നല്ല കിടിലൻ ടേസ്റ്റ് അല്ലേ. പിന്നെ വാങ്ങി വെച്ചിരുന്ന പഴമൊക്കെ എടുത്തങ്ങ് വെച്ചു കേട്ടോ. നന്നായിട്ട് പഴുത്തില്ല, എന്നാലും കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ചൂടാകെ കിടക്കുന്നുണ്ട് നമ്മുടെ പുട്ടിൻ്റെ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. കൊള്ളാം, തിന്നു നോക്കിയല്ലേ അറിയത്തുള്ളൂ. ഉണ്ടാക്കി വയ്ക്കുമ്പോഴറിയാമോ കൊള്ളാം. ഈ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവി വരുമ്പോൾ നല്ല മണമല്ലേ. നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുന്നപ്പോൾ നല്ല മണമായിരിക്കുന്നത്. അങ്ങനെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കട്ടൻ ചായയിൽ വെള്ളം തിളച്ചതിൽ തേയില ഇടാനായിട്ട് പോയി കേട്ടോ. തേയില ഇട്ട് തിളച്ചു. പിന്നെ എനിക്ക് മധുരമില്ലാതെ കുറച്ച് മാറ്റി വെച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ ഇച്ചിരി പഞ്ചസാര അധികം ഇട്ട് കലക്കി കൊടുത്തു. അമ്മയ്ക്ക് നല്ല മധുരം വേണം. കട്ടൻ ചായ ഇടുന്ന പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മധുരം ഉണ്ടെങ്കിൽ മതി കട്ടൻ ചായ എന്ന് പറഞ്ഞു. കാരണം ഞാൻ മധുരമില്ലാതെ എടുക്കുന്നതുകൊണ്ട് ഞാൻ അവർക്കും അങ്ങനെ കൊടുക്കും. ചിലപ്പം നമ്മൾ അബദ്ധത്തിൽ അങ്ങനെ മധുരമില്ലാതെ അങ്ങ് ഷെയർ ചെയ്ത് പോകും. അതുകൊണ്ട് എനിക്ക് നല്ല മധുരം ഇടണേ എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് വേറെ മധുരം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും പുട്ട് റെഡിയായി. പുട്ട് ഞാൻ ഫസ്റ്റ് കുറ്റി തന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കഴിക്കുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയം താമസിച്ചു. സോഫ്റ്റ് പുട്ടാണ്. അങ്ങോട്ട് വയ്ക്കാം. ഇതായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്താഴം പുട്ടും പഴവും കട്ടൻ ചായയും. 8 മണിക്ക് മുന്നേ അത്താഴം കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവച്ചത് അങ്ങ് ഒരു ഉള്ള എന്തായാലും ബാല എൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉരുട്ടി വലിയ കാര്യമായിട്ട് കൊടുത്ത്. അവൾക്കങ്ങ് വേണ്ട, അവളിങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ തന്നു. അവളെ എൻ്റെ ലഞ്ച് ബോക്സും പാവക്കുട്ടി എല്ലാം പറക്കൊണ്ട് വെച്ചിരുന്നു അവിടെ നിന്ന് കളിക്കുമായിരുന്നു. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാനങ്ങ് അകത്താക്കി ടിവിയും കണ്ട് പുട്ടും പഴവും കട്ടൻ ചായയും അകത്താക്കി കേട്ടോ. അപ്പോൾ അത്ര ഉള്ള നമ്മുടെ കുഞ്ഞു വ്ളോഗാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ടാറ്റാ.